നമസ്കാരം. ഇ ഡി വേട്ടകളും ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസുകളുമൊക്കെ തുറന്നുവിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ അമ്പരിപ്പിക്കുവാനുള്ള ബി.ജെ.പിയുടെ നീക്കം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ ആരോപണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കളത്തിൽ ഭരണപക്ഷത്തിന് പ്രതീക്ഷിച്ച നേട്ടമാകാനിടയില്ല എന്നുള്ള പ്രതിപക്ഷ വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ തിരിച്ചടി ആയേക്കുമെന്നുള്ള സൂചനകളാണ് പ്രതിപക്ഷം നൽകുന്നത്. തിരഞ്ഞെടുപ്പിന് നടുവിൽ പ്രതിപക്ഷ ക്യാമ്പിൻ്റെ ആത്മവീര്യം തകർക്കാൻ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യ നീക്കങ്ങൾക്ക് എണ്ണ പകരുന്ന എന്നുള്ള ചില പുതിയ കാഴ്ചകൾ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പ്രതിപക്ഷം വെറുതെ ആശിക്കുന്നുണ്ട്. ഇ ഡിയുടെ തിരിഞ്ഞുവെട്ടിനും പഴയ കേസുകൾ തപ്പിയെടുത്തുള്ള IT വകുപ്പിൻ്റെ ആസൂത്രിത നീക്കങ്ങൾക്കുമെതിരെ കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യ സഖ്യം ഉയർത്തിയത് അത്തരമൊരു പ്രതിരോധമായിരുന്നു. വരും ദിവസങ്ങളിലൊക്കെ സമാന റാലികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, തീരുമാനങ്ങൾ ഇവയൊക്കെ യോഗം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ നടത്താനും പോകുന്നു എന്ന് പറയപ്പെടുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്യുദ്ധങ്ങളും അരങ്ങേറുന്ന പതിവ് വെട്ടിക്കുറി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ പിരിമുറുക്കത്തിലാഴ്ത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തിരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ മുഖ്യമന്ത്രിമാരടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ അറസ്റ്റുകൾ ഇതിന് ആക്കം കൂട്ടുന്നു എന്നുകൂടി പറയട്ടെ. കാരണം കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റും ജയിൽവാസവും ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ ബി.ജെ.പിയെ പ്രതികൂല ചർച്ചകളിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ വലിച്ചിറക്കിയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള വാദഗതികൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ കെജ്രിവാൾ രാജിവെക്കും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അത് തെറ്റുകയും ചെയ്തു. ജയിലിലും നേതൃത്വം തുടരുവാനുള്ള കെജ്രിവാളിൻ്റെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയുടെ പോരാട്ട വീര്യത്തെ ആളിക്കത്തിക്കുകയും ഒപ്പം തന്നെ വൈകാരികമായിട്ടുള്ള ചർച്ചകൾക്ക് ഇടം തുറക്കുകയും ചെയ്യുമെന്ന് അവർ വെറുതെ വിശ്വസിക്കുന്നു. ഇത് പ്രതിപക്ഷത്തിനും കരുത്തായി തീരുന്നു എന്ന് അവർ കൂട്ടായി ചിന്തിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിണങ്ങി നിന്ന TMC പ്രതിപക്ഷ ക്യാമ്പിൽ തിരിച്ചെത്തിയത് അവർക്ക് കിട്ടുന്ന ഊർജ്ജമായിട്ടും ആ ഊർജ്ജത്തിൻ്റെ ബലവുമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. സംഹരിക്കാൻ അറിയുന്ന ആയുധം പിടിച്ച് പ്രതിരോധിക്കുകയും തിരിച്ചു പ്രയോഗിക്കുകയും ചെയ്യുന്ന യുദ്ധമുറ, ആ യുദ്ധമുറകളിലൊന്നായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ വേട്ട മാറുമെന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ ക്യാമ്പുകളുടെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. കാരണം ഈ സംഹാരായുധം പ്രതിരോധത്തിലേക്ക് എത്തപ്പെടുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ ചെയ്യപ്പെടുന്നത്? പെട്ടെന്നല്ല അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷത്തിനെതിരെ ഇങ്ങനെ തിരിഞ്ഞത് എന്നുള്ളത്. 2022 മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഭീഷണിയിലും പ്രലോഭനത്തിലും കളം മാറാൻ അവർക്കെതിരായിട്ട് കേസില്ല എന്നുള്ള വാദം മുന്നോട്ട് വെക്കുമ്പോഴും മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെയാണ് തുടക്കത്തിൽ തന്നെ ലക്ഷ്യമിട്ടതെങ്കിലും ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതോടുകൂടി പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികളെ അടക്കം നോട്ടമിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ശാരദാ കുംഭകോണം ഉൾപ്പെടെയുള്ള പലതരം ഇടപാടുകളിൽ TMC നേതാക്കളുടെയും അവരുടെ നേതാക്കളുടെയും വിവിധ വിഷയങ്ങളിൽ മായാവതി ഉൾപ്പെടെയുള്ള BSPയുടെ നേതാക്കളുടെയും അടക്കം ഇവരുടെയൊക്കെ പേരിൽ വർഷങ്ങളായി കേസുകൾ നിലവിലുണ്ട് കേട്ടോ. ആ കേസുകൾ അടക്കം പിന്നെ ആം ആദ്മി പാർട്ടി, ഝാർഖണ്ഡ് മുക്തി മോർച്ച, BRS തുടങ്ങിയ പാർട്ടികളുടെ പേരിലുള്ള കേസുകൾ അതൊന്നും അത്ര പഴയതല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാകട്ടെ കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളതും മറക്കരുത്. അന്വേഷണ കുടുക്കിലായി പോകുന്ന പ്രതിപക്ഷ പാർട്ടികൾ, ആ പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റതിരിഞ്ഞ് വീഴ്ത്തുവാനുള്ള ബി.ജെ.പിയുടെ ലക്ഷ്യത്തിൻ്റെ ആഴമെന്ന് പറയപ്പെടുന്നത് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ് എന്ന് പറയേണ്ടത്. അറസ്റ്റുകൾ അതോടുകൂടി ഒന്നിച്ചു നിൽക്കാൻ വീണ്ടും ഒരു ധാരണയിലേക്ക് ഇന്ത്യ സഖ്യം എന്നുള്ള പറഞ്ഞ മുന്നണി ഉണ്ടാകുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കെ ED അന്വേഷണങ്ങളും അറസ്റ്റുകളും പ്രതിപക്ഷ നേതാക്കൾക്ക് നേരെ നിരന്തരം അരങ്ങേറുന്നതിനെതിരെ പൊതുസമൂഹത്തിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം എന്ന് വരെ കരുതുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ നടപടികൾ നിർത്തിവെക്കാവുന്നതാണ് എന്ന് മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ അന്വേഷണ ഏജൻസികളോ സർക്കാരോ അല്ല, കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് കോടതികളാണെന്നാണ് ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ന്യായീകരണം എന്ന് പറയപ്പെടുന്നത്. ആ ന്യായീകരണത്തിന് അർത്ഥമുണ്ട് എന്ന് കൂടി പറയട്ടെ. അഴിമതി എന്ന് പറയപ്പെടുന്നത് തുടച്ചു നീക്കേണ്ടതാണ്. ED വേട്ടകളും ആദായ നികുതി വകുപ്പിൻ്റെ വേട്ടകളും എന്ന് പറയപ്പെടുന്നത് ഇന്നലെയോ തുടങ്ങിയതില്ല. കുത്തിയൊഴുക്കപ്പെടുന്ന കള്ളപ്പണത്തെ പിടിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയ കാലം മുതൽ, 2014 മോദി സർക്കാർ വന്നത് മുതൽ ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിൽ അപ്പുറം അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭാരതം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളാണ് ED വേട്ടകളായും ആദായ നികുതി വകുപ്പിൻ്റെ വേട്ടകളുമായും ഒക്കെ ഇപ്പോൾ പ്രതിപക്ഷം ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷവും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുമാണ് എന്ന് മറക്കാതിരിക്കട്ടെ. കാരണം EDയുടെ വേട്ടകളെന്ന് പറയപ്പെടുന്നത് അഴിമതിക്കാരെ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്? തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്ന തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും
അഴിമതിക്ക് കൂട്ടുനിൽക്കപ്പെടുന്ന, അഴിമതി മാത്രം നടത്തി ശീലമുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറനും അടക്കമുള്ളവർ ഇങ്ങനെ ജയിലിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് എന്തിനാണ് ഇന്ത്യ മുന്നണി? എന്തിനാണ് ഇവരെല്ലാം ഈ അഴിമതിക്കാരുടെ കൂടാരത്തിൽ നിൽക്കുന്നവരെല്ലാം കൂടി ഒന്നിച്ചൊരു കൂടാരത്തിനുള്ളിലേക്ക് ചേക്കേറുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന് പറയപ്പെടുന്ന ഒരു സഖ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമായി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്? അവർ ഭയപ്പെടുന്നത് പക്ഷേ ആദായ നികുതി വകുപ്പിനെയോ EDയോ അല്ല, പകരം BJPയാണ്, കേന്ദ്ര നേതൃത്വത്തെയാണ്, നരേന്ദ്രമോദിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം EDയുടെ വേട്ടകളും ആദായ നികുതി വകുപ്പിൻ്റെ വേട്ടകളുമൊക്കെ എന്നും ഉണ്ടാകും, എപ്പോൾ വേണമെങ്കിലും. പക്ഷേ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അതിനൊരൊറ്റ കാരണക്കാരനെ ഉണ്ടാകാവൂ. അതിന് നട്ടലുള്ളൊരു ഭരണ സംവിധാനം വേണം, അത് നയിക്കാൻ നട്ടുള്ളൊരു നേതാവ് വേണം. അത് 2014 മുതൽ കേന്ദ്രത്തിലുള്ളത് കൊണ്ടും അത്തരത്തിലൊരു നട്ടലുള്ള സംവിധാനം കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് ഇവിടെ ഈ ആദായ നികുതി വകുപ്പും EDയും ഒക്കെ കൃത്യമായി അന്വേഷണം നടത്തുന്നതും അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് മറ്റാർക്കുമല്ല, BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും മറ്റൊന്ന് നരേന്ദ്രമോദിക്കും.